ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഒരു കാര്യം, നാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ആ ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കണമെങ്കിൽ, അത് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നാം എത്രത്തോളമാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടത്തിന്റെ ശക്തി അനുസരിച്ചേ ലഭിക്കുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ദാഹിക്കുന്ന ഒരുത്തന് വെള്ളം അത് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയപ്പോഴാ, ഏറ്റവും ദാഹം ഉണ്ടാവുമ്പോഴാണ്. വിശക്കുന്ന ഒരുത്തന് ഭക്ഷണം ഏറ്റവും രുചികരമാകുമ്പോ എപ്പോഴാ, അവന് ഏറ്റവും വിശക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിനോട് എത്രയാണോ നമുക്ക് ഇഷ്ടം കൂടുന്നത്, എത്രയാണോ നമുക്ക് ആവശ്യം കൂടുന്നത്, അതിനനുസരിച്ച് നാം ഇഷ്ടപ്പെടുന്ന ആ സാധനം കിട്ടുമ്പോ അതിന്റെ ആസ്വാദനവും കൂടും. വഇദാ ഉരിഫ ഹാദാ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ, ഫല്ലദ്ദതു വസ്സുറൂറു വൽഫർഹു അംറുൻ മത്ലൂബുൻ ഫി നഫ്സിഹി, ഓരോരുത്തരും അവന്റെ സ്വന്തത്തിൽ തേടുന്ന കാര്യമാണ് ഏറ്റവും നല്ല ആസ്വാദനവും സമാധാനവും സന്തോഷവും എല്ലാം. ബൽ ഹുവ മഖ്സൂദു കുല്ലി ഹയ്യിൻ വാഖിൽ, അങ്ങനെയല്ല, എല്ലാ ബുദ്ധിയുള്ള ജീവനുള്ള ആളുകളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞതാണ് നല്ല സമാധാനവും സന്തോഷവും ആസ്വാദനം ഉണ്ടാവണം. വഇദാ കാനത് ലദ്ദതു മത്ലൂബതൻ ലിനഫ്സിഹാ ഫഹിയ തുദമ്മു ഇദാ അഖബത് അലമൻ അഅ്ളമ മിൻഹാ. ഒരു ഇഷ്ടം, നമുക്കൊരു ഇഷ്ടമുണ്ട്, പക്ഷെ ആ ഇഷ്ടം കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ, വൈൻ മനഅത് ലദ്ദതൻ ഖൈറൻ മിൻഹാ വജൽ, ഇനി അതല്ല, നമുക്കിപ്പോ ഒരു കാര്യം ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ നമുക്ക് ആസ്വാദനം നൽകുന്ന മറ്റൊരു കാര്യമാണ് എങ്കിൽ, فكيف إذا أعقبت أعظم الحسرات وقوتت أعظم اللذات والمسرات. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്താ തിരഞ്ഞെടുക്കുക? നമുക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇഷ്ടം കഴിഞ്ഞ് വേദനയാണോ എടുക്കുക, അതോ ഈ ഒരു ഇഷ്ടം കൊണ്ട് നഷ്ടപ്പെടുന്ന മറ്റോ ഒരു വലിയ ഇഷ്ടം, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ആ വലിയ ഇഷ്ടമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, വലിയ ആസ്വാദനമാണ് തിരഞ്ഞെടുക്കുക. പറയാണ് وتحمد إذا عانت على لذة عظيمة دائمة مستقرة لا تنغيس فيها ولا نكد بوجه وهي لذة الآخرة. യഥാർത്ഥത്തിൽ ആ പൂർണ്ണമായിട്ടുള്ള ആസ്വാദനം നമുക്കിപ്പോൾ ലഭിക്കുമ്പോൾ പിന്നീട് വേദന ഇല്ലാത്തതും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും പൂർണ്ണ നൽകുന്ന ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെയാണ്. അത് പരലോകത്തെയാണ്. അതായത് ദുനിയാവിലെ എന്തെങ്കിലും ഒരു ഇഷ്ടം നമ്മൾ മുന്നിൽ വെച്ച് പരലോകത്ത് നഷ്ടം വരുന്നതാണെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഇഷ്ടം കൊണ്ട് നഷ്ടമാണ്. അല്ലെങ്കിൽ ദുനിയാവിലെ ഒരു ഇഷ്ടം കൊണ്ട് പരലോകത്തെ അതിലും വലിയൊരു കാര്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഈ നമ്മൾ ദുനിയാവിലുള്ള ഇഷ്ടം എന്താണ്, നഷ്ടമാണ്. അതുകൊണ്ട് ഒരു ഉപകാരമില്ല. എന്നിട്ട് പറയാണ് പരലോകത്തേതാണ് ഏറ്റവും വിശിഷ്ടമായത്. അല്ലാഹു തആല പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ മനസ്സിലാക്കണം, പരലോകമാണ് ഉത്തമമായതും നിലനിൽക്കുന്നതും. ഒരു ചരിത്രം നമുക്കറിയാം. ഫിർഔനിന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച സാഹിറന്മാർ, ഒരു കൂട്ടം ആളുകളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കാണിച്ച അത്ഭുതം കണ്ടിട്ട് അവരെല്ലാവർക്കും മനസ്സിലായി ഇതാണ് യാഥാർത്ഥ്യം എന്നത്. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്തു. ഫിർഔൻ പറഞ്ഞു അവരുടെ ശരീരാവയവങ്ങൾ കയ്യും കാലും വേറെ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ട് മുറിച്ചു കളയെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഫഖ്ലിമ അൻത ഖാദ്, നീ എന്താ വിധിച്ചോ, നീ എന്താ വിധിച്ചോ. ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, നിനക്ക് വിധിക്കാൻ സാധിക്കുക ഈ ദുനിയാവിൽ മാത്രമാണ്. ഇന്നാ ആമന്നാ ബിറബ്ബിനാ, ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ റബ്ബിലാണ്. ലിയഗ്ഫിറ ലനാ ഖതായാനാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി. വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹർ, നീ നിർബന്ധിച്ച് ഞങ്ങൾ ചെയ്ത ഈ സിഹർ. വല്ലാഹു ഖൈറുൻ വഅബ്ഖാ, അല്ലാഹു ആണ് ഉത്തമമായി നിലനിൽക്കുന്നത്. അതായത് ജീവിതത്തിൽ എന്തൊരു അവസ്ഥയിലും അല്ലാതെ പരലോകമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് താല്പര്യമോ ഇഷ്ടമോ കൂടുതൽ തോന്നുകയാണെങ്കിൽ, അതൊരു വ്യക്തിയാവട്ടെ, ഒരു വസ്തുവാവട്ടെ, ഒരു തിന്മയാവട്ടെ, ഒരു പ്രവർത്തനമാവട്ടെ, എന്ത് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഇത് നിരർത്ഥകമാണ്, ഇത് നീങ്ങിപ്പോകും. പരലോകമാണ് നിലനിൽക്കുകയുള്ളൂ, അള്ളാഹു ആണ് നിലനിൽക്കുകയുള്ളൂ, ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു കാര്യം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് പറയാണ്, വല്ലാഹു സുബ്ഹാനഹു ഖലഖൽ ഖൽഖ ലിയുനീലഹും ഹാദിഹി ലദ്ദ ദായിമ ഫി ദാരിൽ ഖുൽദ്. അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് നാളെ പരലോകത്ത് നിലനിൽക്കുന്ന ഭവനമായിട്ടുള്ള പരലോകത്ത് ഈ പൂർണ്ണമായ ആസ്വാദനം നേടാൻ വേണ്ടിയിട്ടാണ്. വഅമ്മാ ഹാദിഹി ദാറു ഫമുൻഖതിഅതുൻ, എന്നാൽ ഈ ലോകം എന്നുള്ളത് അത് മുറിഞ്ഞു പോകും. അതിനൊരു ഈ ലോകത്തെ എന്ത് ആസ്വാദനങ്ങൾ എടുത്താലും അത് മുറിഞ്ഞു പോകും. വലദ്ദാതുഹാ ലാ തസ്ഫു അബദൻ വലാ തദൂം, ഇവിടെ ദുനിയാവിലെ ആസ്വാദനങ്ങൾ എന്നുള്ളത് ഒരിക്കലും നിലനിൽക്കില്ല. ബിഖിലാഫിൽ ആഖിറ, പരലോകത്ത് അങ്ങനെയല്ല. ഫഇന്ന ലദ്ദാതിഹാ ദായിമത്തുൻ വനഈമുഹാ ഖാലിസുൻ മിൻ കുല്ലി കദരിൻ വഅലം, പരലോകത്തെ ആസ്വാദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ക്ഷീണമോ ഇല്ലാതെ നിലനിൽക്കുന്നതാണ്.
ഫഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്, അവിടെ ഒരു നഫ്സ് ഏതൊരുത്തനും ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതൊക്കെ ഉണ്ട്. വതലദ്ദുൽ അഅ്യുനു മാ ഖുലൂദി അബദ, എല്ലാ കണ്ണിനും ആസ്വാദനം നൽകുന്ന കാര്യങ്ങളുണ്ട്. അവിടെ ഏറ്റവും പ്രത്യേകത അവിടെ സ്ഥിരതാമസമാണ്. വലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ അല്ലാഹു ലിഇബാദിഹി മാ അഖ്ഫ അല്ലാഹു ലിഇബാദിഹി ഫീഹാ മിൻ ഖുർറത്തി അഅ്യുൻ. ഒരു അടിമക്കും അറിയില്ല അള്ളാഹു അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്, കൺകുളിർമയായിട്ട്. ബൽ ഫീഹാ മാ ലാ ഐനുൻ റഅത്, പക്ഷെ അവിടെ ഒരു കണ്ണും കാണാത്ത, വലാ ഉദ്നുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്ത, വലാ ഖാതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യനും ചിന്തിക്കാത്ത അനുഗ്രഹങ്ങളുണ്ട്. ഇവിടെ ദുനിയാവിനോട് എന്തെങ്കിലും ഒരു കാര്യത്തോട് ഇഷ്ടം തോന്നുമ്പോൾ കുറച്ചു നേരം നമ്മളൊന്ന് ആലോചിക്കുക. നഷ്ടപ്പെടുന്ന, തീർന്നു പോകുന്ന ഒരു കാര്യമാണോ നിലനിൽക്കുന്ന ഒരു കാര്യമാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏത് തിന്മയും മുന്നിൽ വെച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. എന്നിട്ടത് ക്ഷമിക്കുക. ദുനിയാവ് കുറച്ചേ ഉള്ളൂ, ദുനിയാവിൽ കുറച്ച് ക്ഷമിച്ചാൽ മതി, അത് നീങ്ങിപ്പോകും. വഹാദൽ മഅന അല്ലദീ ഖസദഹു അന്നാസു ലിഖൗമിഹി. സൂറത്തുൽ ഗാഫിർ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ അവരെ ഉപദേശിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് അയാൾ പറയുന്ന വാക്കുകളുണ്ട്. യാ ഖൗം, ജനങ്ങളെ, സമൂഹമേ, ഇത്തബിഊനി അഹ്ദികും സബീലർ റശാദ്, നിങ്ങൾ എന്നെ പിൻപറ്റിയും, റസൂലായിരിക്കാം, നിങ്ങൾക്ക് നേരായ മാർഗം ഞാൻ കാണിച്ചു തരാം. യാ ഖൗം, സമൂഹമേ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഅ, ദുനിയാവ് എന്നുള്ളത് ഒരു ചരക്ക് മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകമാണ് നിലനിൽക്കുന്ന ആ ഭവനമായിട്ടുള്ളത്. ഫഅഖ്ബറഹും അന്ന ദുനിയ മതാഉൻ യുസ്തംതഉ ബിഹാ ഇലാ ഗൈരിഹാ വഅന്നൽ ആഖിറത ഹിയൽ മുസ്തഖർ. ഇവിടെ എന്താണ് അറിയിക്കുന്നത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുന്ന സാധനമാണ്. അതിൽ കാഫിറും ആസ്വദിക്കും, മുഅ്മിനും ആസ്വദിക്കും, പുണ്യം ചെയ്യുന്നവനും ആസ്വദിക്കും, തെമ്മാടിയും ആസ്വദിക്കും, എല്ലാവർക്കും കൂടിയുള്ള സാധനമാണ്. പക്ഷെ പരലോകം അങ്ങനെയല്ല, അത് നിലനിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇതെന്തിനത് പറഞ്ഞ് ഇപ്പൊ നിനക്ക് മനസ്സിലാക്കിയാൽ ദുനിയാവിലെ ആസ്വാദനങ്ങൾ എന്നുള്ളതൊക്കെ പരലോകത്തേക്കുള്ള ഒരു വസീല മാത്രമാണ് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദുനിയാവിൽ എന്ത് കാര്യം അതാണ്. ദുനിയാവിൽ നല്ലൊരു പഴം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ പഴം ഇതിനേക്കാൾ ഉത്തമമാണെന്ന് മനസ്സിലാക്കാനാണ്. ദുനിയാവിൽ എന്തൊരു ആസ്വാദനം ഉണ്ടെങ്കിലും ഇതിനേക്കാൾ നല്ല ആസ്വാദനമാണ് സ്വർഗത്തിലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നിനക്ക് മനസ്സിലാവയാൽ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ യഥാർത്ഥത്തിൽ പരലോകത്തെ ആസ്വാദനത്തേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയാൽ, വലിദാലിക ഖുലിഖത്തിദ് ദുനിയ വലദ്ദാതുഹാ, ഇത് മനസ്സിലാക്കി തരാനാണ് ദുനിയാവും അതിന്റെ ആസ്വാദനങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫകുല്ലു ലദ്ദത്തിൻ ആനത് അലാ ലദ്ദത്തിൽ ആഖിറ വഔസലത് ഇലൈഹാ ലം യുദമ്മ തനാവുലുഹാ. അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുനിയാവിലെ ആസ്വാദനങ്ങൾ പരലോകത്തേക്ക് നിന്നെ അടുപ്പിക്കുന്ന, പരലോകത്തേക്ക് നിന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ആസ്വാദനമാണ് ദുനിയാവിലെങ്കിൽ അത് കുറ്റകാരമല്ല. പറഞ്ഞല്ലോ, നമ്മളൊരു നല്ല പഴം കഴിച്ചു, നമ്മൾ പരലോകം ഓർക്കുകയാണ്, സ്വർഗത്തിൽ ഇതിനേക്കാൾ ആസ്വാദനമായതുണ്ടാകും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം നമ്മളെ സ്വർഗത്തിലേക്ക് ഓർമ്മിപ്പിക്കുന്ന, അടുപ്പിക്കുന്നതാണെങ്കിൽ അതെന്തല്ല, അത് കുറ്റകരമായിട്ടുള്ളതല്ല. എത്രത്തോളമാണോ നമുക്ക് പരലോകത്തിന്റെ ആസ്വാദനത്തിലേക്ക് അടുപ്പിക്കുന്നത്, അതിനനുസരിച്ച് അത് നമുക്ക് എന്താണ്, പ്രശംസനീയമായിട്ടുള്ളതാണ്. നമ്മൾ ദുനിയാവിലെ ആസ്വാദനങ്ങൾ പരലോകത്തേക്ക് നമ്മൾ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് എന്നിട്ട് പറയാണ്. ഇദാ ഉരിഫ ഹാദാ, ഇത് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഫഅഅ്ളമു നഈമിൽ ആഖിറ വലദ്ദാതിഹാ, പരലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും പരലോകത്തിലെ ഏറ്റവും വലിയ ആസ്വാദനവും ഹുവ നദറു ഇലാ വജ്ഹി റബ്ബി ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടാണ്, അള്ളാഹുവിനെ കാണലാണ്. വസമാഉ കലാമിഹി മിൻഹു, അവന്റെ സംസാരം കേൾക്കലാണ്. വൽ ഖുർബു മിൻഹു, അവനിലേക്കുള്ള സാമീപ്യമാണ്. കമാ സബത ഫി സ്വഹീഹ്, സ്വഹീഹായ ഹദീസിൽ വന്നതുപോലെ. എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിലേക്ക് കയറി, എല്ലാവരും കയറി, അവസാനത്തെ ആളും കയറി. അങ്ങനെ എല്ലാവരും സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് തരണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ സ്വർഗം എന്നൊരു കാര്യം, ദുനിയാവിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം കിട്ടിയാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്തും ഇച്ഛിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ആഗ്രഹിക്കുന്ന, എല്ലാം ലഭിക്കുന്ന ഏറ്റവും ആസ്വാദനം നിറഞ്ഞ ആ ഭവനത്തിൽ അവൻ ഇച്ഛിച്ചാൽ മതി, അതവിടെ കിട്ടുകയാണ്. അവൻ ആഗ്രഹിക്കുന്ന അവിടെ കിട്ടുകയാണ്. നല്ല ഭക്ഷണം വേണോ? അവിടെ ഉണ്ട്. നല്ല പാനീയങ്ങൾ വേണോ? അവിടെ ഉണ്ട്. സമാധാനം വേണോ? അവിടെ ഉണ്ട്. വസ്ത്രം വേണോ? അവിടെ ഉണ്ട്. ഇണകൾ വേണോ? അതുണ്ട്. എല്ലാം ഉണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും കൂടുതൽ വേണ്ട, കൂടുതൽ എന്താ തരേണ്ടത്, ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണോ? അവർ പറയും, അലം തുബയ്യ വുജൂഹന
അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. അല്ലാഹ് ഇനി എന്താ ഞങ്ങൾ ചോദിക്കുക? ഞങ്ങളുടെ മുഖം അതാ വെട്ടിത്തിളങ്ങാണ്, പ്രകാശപൂരിതമായിട്ടാണ് നിൽക്കുന്നത്. നരകത്തിൽ നിന്ന്, ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചോദിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫയക്ഷിഫുൽ ഹിജാബ്. അപ്പോഴാണ് അല്ലാഹു തആല അവന്റെ വജ്ഹ് വെളിവാക്കുക. അവന്റെ ഹിജാബ്, നൂറിന്റെ ഹിജാബ് അള്ളാഹു മാറ്റും. അപ്പോ സ്വർഗത്തിൽ ആ സ്വർഗാവകാശികൾ അള്ളാഹുവിനെ കാണും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫവല്ലാഹി, അള്ളാഹുവാണ് മാ അതാഹും ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൻ നദരി ഇലൈഹി. അള്ളാഹുവിലേക്ക് നോക്കുന്നതിനേക്കാൾ, നോട്ടത്തിനേക്കാൾ അവർക്ക് ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഒന്നും തന്നെ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അതിനേക്കാളെല്ലാം അവർക്ക് ഇഷ്ടം അള്ളാഹുവിനെ നോക്കലായിരിക്കും. മറ്റൊരു റിവായത്തിൽ കാണാം ഇന്നഹു ഇദാ തജല്ലാ ലഹും വറഔഹു നസൂമാഹും ഫീഹി മിനൻ നഈം. അള്ളാഹുവിനെ അവരവിടെ കാണുമ്പോ സ്വർഗത്തിലെ അവരനുഭവിച്ച ആസ്വാദനങ്ങളൊക്കെ അവർ മറന്നു. അവർക്ക് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ ആസ്വാദനമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് പറഞ്ഞ അമ്മാർ ഇബ്നു യാസിറിന്റെ ദുആയിൽ പറഞ്ഞത് വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്. അള്ളാഹുവെ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ആസ്വാദനത്തെ ഞാൻ ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെയും ചോദിക്കുന്നു. എന്നിട്ട് പറയാണ് വഇദാ ഉരിഫ ഹാദാ, ഇതെനിക്ക് മനസ്സിലായ, അഥവാ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം ഇതാണെന്ന് നിനക്ക് മനസ്സിലായാൽ ഫഅഅ്ളമുൽ അസ്ബാബി അല്ലതി തുഹസ്സിലു ഹാദിഹി ലദ്ദ, ഈ ഒരു ആസ്വാദനത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന ഏറ്റവും വലിയ കാരണം ഹുവ അഅ്ളമു ലദ്ദാതി ദുനിയ അലൽ ഇത്ലാഖ്, അതായിരിക്കും ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം. അതായത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം ആലോചിക്കണം. ഒരു ഭക്ഷണം ഏറ്റവും രുചികരാകുന്ന എപ്പോഴാണ്? ഏറ്റവും നമുക്ക് വിശക്കുമ്പോഴാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഏറ്റവും ആസ്വാദനാവുന്ന എപ്പോഴാണ്? അതിനോടുള്ള ഇഷ്ടം ഏറ്റവും കൂടുമ്പോഴാണ്. അപ്പൊ പരലോകത്തിലെ ഈ ആസ്വാദനം, അതിലേക്ക് നയിക്കുന്ന ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞു. പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണെന്ന് പറഞ്ഞു. അപ്പൊ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്തായിരിക്കും? ആ അള്ളാഹുവിനെ കാണാൻ കാരണമാകുന്ന, ആ പരലോകത്തെ ലദ്ദത്തിന് കാരണമാകുന്ന കാര്യങ്ങളായിരിക്കും. ഇനി പറയാണ് അതെന്താണ്? വഹുവ ലദ്ദതു മഅരിഫത്തില്ലാഹ് വലദ്ദതു മഹബ്ബതിഹി. അത് ദുനിയാവിൽ നാളെ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം ഏറ്റവും വർദ്ധിക്കാതിരിക്കുക. അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവനാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ അറിയുന്നവനും അള്ളാഹുവിനെ അതിയായി സ്നേഹിക്കുന്ന ആസ്വാദനവുമാണ് പരലോകത്തെ ആസ്വാദനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അപ്പൊ പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടലുമാണ്. അത് ദുനിയാവിലെ സ്വർഗ. ആ ഒരു അവസ്ഥ ദുനിയാവിലെ സ്വർഗമാണ്, ഉന്നതമായ അനുഗ്രഹമാണ്. ആ ഒരു ആസ്വാദനത്തിനോട് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ വെച്ച് നോക്കിയാൽ എങ്ങനെയാണ്? കടലിൽ തുപ്പുന്ന പോലെ ആയിരിക്കും. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ഒക്കെ എടുത്തു. അത് ഈ ആസ്വാദനം, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനെ കുറിച്ച് അറിവും വെച്ച് നോക്കിയാൽ ഇത് കടലും, ആ കടലിൽ ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അതാണ് ദുനിയാവിന്റെ ആസ്വാദനം ഉണ്ടാവും. ഇത് അനുഭവിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടും അനുഭവിച്ചൊരു വ്യക്തി, ആ വ്യക്തി എടുക്കാം. നമ്മളൊന്ന് വിചാരിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊരു ദരിദ്രനാണ് വിചാരിക്കുക. അന്നത്തെ ആവശ്യം ദുനിയാവി ആയിട്ടുള്ളത് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാധുവാണ് വിചാരിക്കുക. ഇപ്പുറത്ത് വേറൊരാളെ വിചാരിക്കുക, അള്ളാഹിനെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഒരു കാഫിർ. അവൻ ഒരുപാട് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ ദുനിയാവിന്റെ സമ്പത്ത് മുഴുവൻ അവന്റെ അടുക്കലുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇഷ്ടവും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവുമുള്ള ഈ അടിമയോട്, ദരിദ്രനായ അടിമയോട് ഒരു നിമിഷത്തേക്ക് ഈ ആസ്വാദനം നീ അവന് കൊടുക്കുകയാണെങ്കിൽ അവന്റെ സമ്പത്തും ദുനിയാവും എല്ലാം നിനക്ക് സ്ഥിരമായി നൽകാന്ന് പറഞ്ഞാൽ പോലും അവനത് തയ്യാറാവില്ല. അവൻ മറിക്ക് വേണ്ട പറയും. ഒരു നിമിഷത്തേക്കാ പറഞ്ഞത്, ഒരു നിമിഷത്തേക്ക് ഇത് കൊടുക്കുക, ഇതെല്ലാം നിനക്ക് നൽകാമെന്ന് പറഞ്ഞാൽ അവൻ പറയും എനിക്ക് വേണ്ട പറയും. അത്ര വില പിടിച്ചതാണ്. അത് അനുഭവിച്ച ആളുകൾക്കല്ലാതെ അതറിയില്ല. ഒരിക്കലും അത് വാക്കുകൾ കൊണ്ട് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിൽ എഴുതാനോ സാധിക്കില്ല. എന്നിട്ട് പറയാണ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റൂഹും നിങ്ങളുടെ കൽബും നിങ്ങളുടെ ശരീരവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ അറിയാനാണ്. ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടലും അള്ളാഹുവിനെ അറിയലുമാണ്. സ്വർഗത്തിൽ ഏറ്റവും ആസ്വാദനമുള്ളത് അള്ളാഹുവിനെ കാണലും അള്ളാഹുമായി അടുക്കലുമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും
നാളെ അള്ളാഹുവിനെ കാണലും കണ്ണിനുള്ള കുളിർമയാണ്. വലദ്ദത്തുൽ അർവാഹ്, റൂഹുകളുടെ ആസ്വാദനമാണ്. വബഹജത്തുൽ ഖുലൂബ്, ഖൽബുകളുടെ ആനന്ദമാണ്. വനഈമുദ് ദുനിയാ വസുറൂറുഹാ, ദുനിയാവിന്റെ ആസ്വാദനവും സന്തോഷവുമാണ്. ബൽ ലദ്ദാത്തുദ് ദുനിയാ അൽ ഖാതിഅതു അൻ ദാലിക തൻഖലിബു ആലാമൻ വഅദാബൻ. എന്നാൽ ദുനിയാവിന്റെ ആസ്വാദനങ്ങളുണ്ടല്ലോ, അത് മുറിഞ്ഞു പോകുന്നത് മാത്രമല്ല, അത് അവന് പരലോകത്ത് ശിക്ഷയും വേദനയുമായിട്ട് മാറും. അഥവാ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത. വയബ്ഖാ സാഹിബുഹാ ഫിൽ മഈശത്തി ദൻക്, അള്ളാഹുവിനെ അറിയാതെ ദുനിയാവിൽ മുഴുകുന്ന ഒരുത്തിന്റെ ജീവിതം ഞെരുങ്ങിയതായിരിക്കും. അവന്റെ ഖൽബ് അനുഭവിക്കുന്ന ഞെരുക്കം വളരെ വലുതായിരിക്കും. ഫലൈസത്തിൽ ഹയാത്തു തയ്യിബതു ഇല്ലാ ബില്ലാഹ്, വിശിഷ്ടമായ ഒരു ജീവിതം അള്ളാഹുവിനോടൊപ്പമല്ലാതെ ഒരാൾക്കും ലഭിക്കുകയില്ല. അള്ളാഹുവിനോടൊപ്പമല്ലാതെ ലഭിക്കുകയില്ല. എന്നിട്ട് പറയാണ്, നമ്മൾ മുമ്പ് വായിച്ചതാണ്, ചില ആളുകൾ പറയാറുണ്ട്, അവരനുഭവിക്കുന്ന ഈ ആസ്വാദനം കണ്ടിട്ട് അവർ പറയും, ഇതാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ വല്ലാത്തൊരു ജീവിതം തന്നെ സ്വർഗത്തിലായിരിക്കും. അതായത് ദുനിയാവിലെ ഒരു ആസ്വാദനവും സ്വർഗവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഒറ്റ കാര്യം ഒഴികെ, അത് ഈമാനിന്റെ ആസ്വാദനമാണ്, ഈ പറഞ്ഞതാണ്. ഇത് മാത്രമേ സ്വർഗീയ സുഖവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഭക്ഷണമോ പാനീയമോ മറ്റെന്ത് ആസ്വാദനവും സ്വർഗത്തിനുമായിട്ടൊരു ബന്ധം കിട്ടൂല. പക്ഷേ ഈമാന് കൊണ്ടും അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടും ഉണ്ടാകുന്നുണ്ടല്ലോ, അത് സ്വർഗീയവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതേ ഉണ്ടാവുള്ളൂ. പറയാണ്, ചില ആൾക്കാർ പറയും. അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞു, രാജാക്കന്മാരും രാജപുത്രന്മാരും നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ആസ്വാദനം അറിഞ്ഞിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ യുദ്ധം ചെയ്യുമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതല്ലാതെ ബാത്തിലായിട്ടുള്ള മറ്റെന്തെങ്കിലും മഹബത്ത് കൊണ്ടാണ് നമ്മുടെ ഖൽബ് നിറയുന്നതെങ്കിൽ അത് അദാബാണ്, അത് വേദനയാണ്, അത് ശിക്ഷയാണ്. അതൊരു വ്യക്തിയാവട്ടെ, ഒരു വസ്തുവാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മകളാവട്ടെ, ഇതിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യവും നമുക്ക് നഷ്ടം പറ്റും. എന്നിട്ട് പറയാണ്, ഫകൈഫ ബിൽ മഹബ്ബത്തി അല്ലതി ഹിയ ഹയാത്തുൽ ഖുലൂബി വൽ ഗദാഉൽ അർഫാഹ്, എങ്ങനെയാണ് ഈ ഒരു ഹുബ്ബ് അഥവാ ഖൽബുകളുടെ ജീവിതവും ആത്മാവുകളുടെ പോഷണവുമായിട്ടുള്ള ഈ ഹുബ്ബ്, വലൈസ ലിൽ ഖൽബി ലദ്ദത്തുൻ വലാ നഈമുൻ വലാ ഫലാഹുൻ വലാ ഹയാതു ഇല്ലാ ബിഹി, ഇതുകൊണ്ടല്ലാതെ ഒരാൾക്ക് സന്തോഷമോ സമാധാനമോ ഒന്നുമില്ല. വഇദാ ഫഖദഹ അൽ ഖൽബു കാന അലമുഹു അഅളമ മിൻ അലമിൽ ഐനി ഇദാ ഫഖദത് നൂറഹാ, ഇത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഈ ഒരു ആസ്വാദനം നഷ്ടപ്പെട്ട അത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവുമോ അതിനേക്കാൾ വേദനയേക്കുന്ന ഒരു കാര്യമാണ് ഖൽബിന് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. വൽ ഉദുൻ ഇദാ ഫഖദത് സമഅഹാ, കാതിന് കേൾവി നഷ്ടപ്പെടുന്നതിനേക്കാൾ. വൽ അൻഫു ഇദാ ഫഖദ ശമ്മഹു, മൂക്കിന് ഗന്ധം മണക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിനേക്കാൾ. വൽ ലിസാൻ ഇദാ ഫഖദ നുത്ഖഹു, നാവിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിനേക്കാൾ, അതിനേക്കാൾ എല്ലാം നഷ്ടമാണ് ഇതൊരുവന് നഷ്ടപ്പെടുകയാണെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള മഅരിഫത്തും മഹബ്ബത്തും നഷ്ടപ്പെടുകയാണെങ്കിൽ. ബൽ ഫസാദുൽ ഖൽബി ഇദാ ഖലാ മിൻ മഹബ്ബത്തി ഫാത്തിരിഹി വബാരിഹി വഇലാഹിൽ ഹഖ്, ഹഖായിട്ടുള്ള അവന്റെ സൃഷ്ടാവായിട്ടുള്ള ഇലാഹായിട്ടുള്ള അള്ളാഹിനോടുള്ള മഹബ്ബത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖൽബ് ഫസാദായി. അഅ്ളമു മിൻ ഫസാദിൽ ബദനി ഇദാ ഖലാ മിൻ റൂഹ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് റൂഹ് നഷ്ടപ്പെട്ടാൽ ശരീരം എങ്ങനെയാവുമോ അതിനേക്കാൾ വലിയ ഫസാദാണ്, മരിച്ചു പോനേക്കാൾ വലുതാണത്. എന്നിട്ട് പറയാണ്, ഇദാ ഖലാ മിൻ വഹാദൽ അംറു ലാ യുസദ്ദിഖു ബിഹി ഇല്ലാ മൻ ഫീഹി ആയാത്ത്, ഇതായിരിക്കും മനസ്സിലാവുള്ളൂ, ഖൽബിൽ കുറച്ച് ജീവൻ ബാക്കിയാണ്. ഖൽബ് തിന്മയിൽ മുഴുകി കടുത്തുപോയ ആൾക്കാർക്ക് ഇത് അറിയില്ല. കവി പറഞ്ഞ പോലെ, വമാ ലിജുർഹിൻ ബിമയ്യിത്തിൻ ഈലാമു, മയ്യത്തിന് എന്ത് വേദന എടുക്കാനാ? ചത്തുപോയൊരു ശവത്തിന്റെ മേലെ നമ്മൾ എന്തെങ്കിലും വേദനിപ്പിച്ച വേദന എടുക്കുന്നതിന് ഇല്ല. അതുപോലെ ഖൽബ് അങ്ങേയറ്റം കടുത്തുപോയ ആൾക്കാർക്ക് ഇത് അറിയില്ല. കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ ഇതിന്റെ നഷ്ടം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മുഖയും പറയാം, വൽ മഖ്സൂദ്, ഇതിന്റെ ആകെ രക്തച്ചുരുക്കെന്ന് പറഞ്ഞാൽ അന്ന അഅളമൽ ലദ്ദാത്തി ദുനിയ ഹുവ സബബുൽ മൂസിലു ഇലാ അഅളമി ലദ്ദത്തിൻ ഫിൽ ആഖിറ, ഇതിന്റെ ആകെ രക്തച്ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിന് കാരണമാകുന്ന കാര്യമാണ്. പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിന് കാരണമാകുന്ന കാര്യമാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം. ഇപ്പൊ എന്താണ് അത്? അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുമാണ്.